നമ്പർ 2 ഇനി ഒന്നുകൂടി ഇങ്ങോട്ട് വരി. അപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനയിൽ നബിയെ സ്വീകരിക്കണമെങ്കിൽ ഇതാ. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഈ സമഉം ബസറും നോക്കിയാൽ കുറഞ്ഞ ആളുകൾക്ക് എന്തിലൂടെ കിട്ടൂ? ബസറിലൂടെ കിട്ടും. അതുകൊണ്ടാണ് ഖുർആൻ സമഉം ബസറും പറയുന്നിടത്ത് മുഴുവനും സമഇനെ മുന്തിക്കും. ഫജഅൽനാഹു ബസീറൻ സമീഅൻ ആയത്തില്ല, ഫജഅൽനാഹു സമീഅൻ ബസീറാ. സത്യത്തിൽ ലദ്ദത്ത് കൂടുക ബസറിലൂടെ കിട്ടുമ്പോഴാണ്. പക്ഷെ അത് കുറഞ്ഞ ആൾക്ക് കിട്ടും. കാലം ഒന്നാകണം, സ്ഥലം ഒന്നാകണം. സ്ഥലം ഒന്നാക്കാൻ നോക്കാം തൗഫീഖ് ഉണ്ടെങ്കിൽ. എന്നാൽ ചിലപ്പോൾ തൗഫീഖ് കിട്ടൂല. അങ്ങനെയുണ്ട്. കാലം ഒന്നാണ്, സ്ഥലം 2ആയി. ഉവൈസിന് കിട്ടിയില്ല. അങ്ങനെ തന്നെയല്ലേ? കൊൽബ അങ്ങോട്ട് കേട്ടി നേരമ്പളത്താൽ കറനങ്ങാടിയിൽ നിന്ന് വരും. മദീനയിൽ നിന്ന് വന്നവരുണ്ടോ? മദീനയിൽ നിന്ന് വന്നവരുണ്ടോ? മദീനയിൽ നിന്ന് വന്നവരുണ്ടോ? മദീനയിൽ നിന്ന് വന്നവരുണ്ടോ എന്നിങ്ങനെ കറനങ്ങാടിയിൽ ഇറങ്ങി ചോദിക്കും. അത് ഒരാൾ പറയുകയാണ്, ഞാൻ മദീനയിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞു. ആ കണ്ണിന്റെ ഇടയിൽ ചുംബിക്കുമായിരുന്നു സയ്യിദുനാ ഉവൈസ്. ഈ ഉവൈസാണ് സുഹദിലെ ഏറ്റവും വലിയ നേതാവെന്ന് ലോകം കണ്ട 2ാം ശാഫിഈയായ മഹാനായ യഹ്യ ഇബ്നു ശറഫ് അൻ-നവവി. മനസ്സിലായോ പറഞ്ഞത്? കണ്ടു ചെവി കേട്ടു, അതെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ കണ്ണിന് ആ ഭാഗ്യം ഉണ്ടായില്ല. അപ്പോ ഈ ചുണ്ടുകൊണ്ട് എന്ത് ചെയ്യും? ആ കണ്ണിനെ ചുംബിക്കും. ആര് പറ? ഉറക്കെ പറ. സയ്യിദുനാ ഉവൈസ്. ഇവിടെ ഒരു കണ്ണുണ്ട്, ഇവിടെ ഇതിലൂടെ ഒരു കണ്ണിട്ട് വരും. ഇതിലൂടെ അത് കേട്ടപ്പോഴൊരു കണ്ണുണ്ടാവും. എന്താണ് കുട്ടി മൗലിദ് ചെയ്തത്? ഹൃദയത്തിന്റെ കണ്ണിൽ മുത്തുനബിയെ നിറക്കുക. നബിയുടെ കൈയും കാലും കണ്ണും മൂക്കും അവയവങ്ങളും നടത്തങ്ങൾ പോലും ഹറക്കാത്ത് സക്കനാത്ത് എല്ലാം ചെവിയിലൂടെ കൽബിലെ കണ്ണ് നിറച്ചു. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്റെ കൂടെ ഇല്ലേ?